പ്രതീക്ഷയുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ തീരുമാനമായിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാക്കി കണ്ടതിന് ശേഷം പ്രേക്ഷകർ പറയുക. വിചാരണോടെ സുഹൃത്തായിട്ട് അഭിനയിച്ചു തുടങ്ങി, പിന്നെ മകനായിട്ട് അഭിനയിച്ചു, ഇപ്പൊ സഹപ്രവർത്തകനായിട്ട് അഭിനയിച്ചു. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ വിചാരണ വളരെ അടുത്ത സുഹൃത്തുന്നുള്ള രീതിയിൽ അദ്ദേഹം എനിക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ പോലീസ് എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പോലീസ് വേഷങ്ങൾ ചെയ്യാൻ. പക്ഷെ രാജീവേട്ടന്റെ കൂടെ കുറ്റവും ശിക്ഷയും ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അതിനുള്ള ധൈര്യം വന്നത്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് കുറെ കൂടെ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. തിയേറ്റർ എല്ലാ ഫാക്ടേഴ്സും ഉള്ളൊരു സിനിമയാണ്. ജാഫ്രിക്കായിട്ടുള്ള സീനുകൾ വളരെ ഗംഭീരമായിരുന്നു. ഒരു പൂമന്റെ ആ ഒരു ഫീല് തന്ന എങ്ങനെയുണ്ട് ജാഫ്രിക്കായിട്ടുള്ള ജാഫ്രിക്കെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജാഫ്രിക്ക സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അവരെ കൈയടിക്കുന്നുണ്ട്. ജാഫ്രിക്ക അങ്ങനെ വെറുതെ വന്നു പോകുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഹ്യൂമർ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊരു ക്യാരക്ടർ റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശരിക്കും ജാഫ്രിക്ക പറഞ്ഞ പോലെയാണ് പ്രേക്ഷകർ ചിന്തിച്ചത്. ഇങ്ങനെയായിരിക്കുമോ കഥ? അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കഥാപാത്രം തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും ബ്രില്യൻസ്. എങ്ങനെയുണ്ടായിരുന്നു ആസിഫിക്കയുടെ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ നന്നായിട്ടുണ്ട്. ആ ഒരു പോലീസ് രൂപഭാഗങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് മൂവിയായിരുന്നു. താങ്ക് യു സോ മച്ച്. പക്ഷെ അങ്ങനെ മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവുന്നത്. അപ്പൊ ആ മാറ്റം എന്തായാലും ഈ സിനിമയ്ക്കുണ്ട്. ഇതിപ്പോ പടമല്ല എന്ന് പറഞ്ഞ ടൈപ്പ് കാണിച്ചാൽ ആൾക്കാർ കൺഫ്യൂഷൻ ആകും. പടത്തിന് അത്രയും വ്യത്യാസമുണ്ട് മേക്കിംഗ്. അതുപോലെ ദീപന്തേരന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും അടുത്ത കാലത്ത് അങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോ ഓരോന്നിനും കൊള്ളാന്നോണ്ടല്ലേ വിളിക്കുന്നത്. അതല്ല, അതിന് കൊള്ളാമെന്ന് തോന്നുന്നോണ്ടായിരിക്കുമല്ലോ വേഷത്തിന് വേണ്ടി വിളിക്കുന്നത്. ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാൾ കിട്ടുന്ന നല്ല വേഷങ്ങൾ ചെയ്യുന്നുള്ളതല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് പറയാൻ കാരണം മഴക്കാലമാണ്. പ്രേക്ഷകരെ ഇപ്പം പുറത്തിറങ്ങാൻ മടിക്കും. നമ്മളാണല്ലോ അങ്ങനെ. പക്ഷെ അവരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും
Hello, Anushree, please. Okay, excuse me. Hello.